യേശുവിൻ സാക്ഷികൾ നമ്മൾ, അവന്റെ വിശുദ്ധ ജനം നമ്മൾ. ഉയർത്തവനുടെ പരമവിളിക്ക് യോഗ്യരം ജനം നമ്മൾ. ഉയർത്തവനുടെ പരമവിളിക്ക് യോഗ്യരം ജനം നമ്മൾ. സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയാ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 18-ാമത് വാക്യം. ആ വചനം ഇങ്ങനെ വായിക്കുന്നു: രാജാക്കന്മാർ ബന്ധിച്ചതിനെ അഴിക്കുന്നു, അവരുടെ അരയ്ക്ക് കയറ കെട്ടുന്നു എന്ന വാക്യമാണ്. അധികാരങ്ങളും പദവികളുമൊക്കെ പലപ്പോഴും ചിലരെയൊക്കെയെങ്കിലും തടവിലാക്കുവാനോ അകാരണമായി പീഡിപ്പിക്കുവാനോ അധികാരസ്ഥന്മാർ ഉപയോഗിക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നതായൊരു ദൈവം ഈ ലോകത്ത് ജീവിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം മുഴുവനായി നാം പരിശോധിച്ചു നോക്കുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് തൻ്റെ രാജ്യത്ത് ഉണ്ടാക്കി നിർത്തിയിട്ടുള്ള ഒരു ബിംബത്തെ രാജ്യത്തുള്ള സകല മനുഷ്യരും വന്ന് നമിക്കണം, കുമ്പിടണം എന്നാവശ്യപ്പെടുകയാണ്. അതിന് തുനിയാത്ത ആളുകളെ തീക്ക് ഇരയാക്കിക്കളയുമെന്ന് രാജാവ് ഒരു കൽപ്പന വച്ചിരിക്കുകയാണ്. എന്നാൽ രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ നമസ്കരിക്കുവാൻ മനസ്സില്ലാതെ നിൽക്കുന്ന എബ്രായ ബാലന്മാരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട്, ഞാൻ നിർത്തിയിട്ടുള്ള ഈ ബിംബത്തെ നിങ്ങൾ ആരാധിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ എബ്രായ ബാലന്മാർ പറയുന്നത്, ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, ആ ദൈവത്തെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, ആ ദൈവം ഞങ്ങളെ നിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിവുള്ള ദൈവം തന്നെയാണ്. ഞങ്ങൾ വിടുവിക്കപ്പെടുന്നില്ല എങ്കിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഞങ്ങൾ അറിഞ്ഞ ഞങ്ങളുടെ ദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്നോർമ്മപ്പെടുത്തുകയാണ്. ആ വാക്കുകളുടെ മുൻപിൽ എബ്രായ ബാലന്മാരുടെ കൈകാലുകൾ ബന്ധിച്ച് കത്തി നിൽക്കുന്ന ജ്വാലയ്ക്കകത്തേക്ക് അവരെ കൊണ്ടുവന്നിടുവാനായിട്ട് രാജാവ് കൽപ്പിക്കുകയാണ്. കണ്ടു നിൽക്കുന്ന ആളുകൾ പറയുന്നുണ്ട്, ആ ബിംബത്തെ ഒന്ന് നമിച്ചിട്ട് ഈ ലോകത്ത് ജീവിപ്പാൻ തന്ന കാലഘട്ടം ജീവിക്ക് എന്ന് പറയുമ്പോൾ രാജാവിൻ്റെ കയ്യിൽ നിന്ന്, രാജാക്കന്മാരുടെ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമാണ് ഞങ്ങളുടെ ദൈവമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്ന എബ്രായ ബാലന്മാരെ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ എടുത്ത് തീയിലേക്കിടുമ്പോൾ ഇടുവാനായി പോയവർ ആ തീയുടെ ജ്വാല നിമിത്തം മരണപ്പെടുകയാണ്. എന്നാൽ നെബൂഖദ്നേസർ രാജാവ് നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. 3 എബ്രായ ബാലന്മാരെ ബന്ധിച്ച് തീക്കകത്തിട്ടെങ്കിലും ബന്ധനമഴിഞ്ഞ് നടക്കുന്ന 4 ആളുകളെ അവൻ കാണുകയാണ്. 4-മത്തവൻ ദൈവപുത്രനോട് തുല്യനാണെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. ആരൊക്കെ നമ്മെ ഈ ലോകത്ത് ബന്ധിച്ചാലും, ആരൊക്കെ നമ്മെ മുൻപോട്ട് വിടുകയില്ലെന്ന് പറഞ്ഞാലും, ആരൊക്കെ നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ തലമുറയെയും ഇല്ലാതെയാക്കിക്കളയുമെന്ന് പറഞ്ഞാലും, അതിൻ്റെ നടുവിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമ്മെ വിടുവിക്കുന്ന, നമ്മുടെ ബന്ധനങ്ങൾ അഴിച്ചു മാറ്റുന്ന,
നമ്മെ സ്വതന്ത്രരാക്കി വിടുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ആഴമായ വിശ്വാസത്തിൽ ഈ എബ്രായ ബാലന്മാരെ പോലെ നമ്മുടെയും ജീവിതത്തിൽ നമുക്ക് മുൻപോട്ട് പോകാൻ ഉത്സാഹിക്കാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, ഈ ലോകത്തെയോ അധികാരസ്ഥന്മാരെയോ ഭയപ്പെട്ട് ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതവും നശിപ്പിച്ച് മുൻപോട്ട് പോകുന്നവരായിട്ടല്ല, എബ്രായ ബാലന്മാരെ പോലെ ഞങ്ങളെ ബന്ധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ ഞങ്ങൾക്ക് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.